നമ്മളെ പാർട്ടി ഏതാണോ? നമ്മളെ പാർട്ടി ഇപ്പം ഞാനായിട്ടൊരു സ്വന്തമായിട്ട് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയാലോ ചിന്തിക്കാറ് ഇഞ്ചപ്പം കൂടുവോ? ഇതെല്ലാ പാർട്ടിക്കാരും പാടെ ആക്രമിക്കാരോ. അപ്പൊ ഇന്നലെ അടിപൊളി സൺഡേ വ്ളോഗ് ആട്ടോ. ഞങ്ങൾ കരുവാരകുണ്ട് സഫാരി കാർസിന്റെ ഷോറൂമിലുള്ളത്. സന്തോഷ വാർത്ത അറിയിക്കാണ്ട് നമ്മൾ സഫാരി കാർസിലെ പൂച്ച പ്രസവിച്ചു അല്ലെ. 3 കുട്ടികളുണ്ട്. അടിപൊളി സുന്ദര കുട്ടപ്പന്മാരാണ്. പക്ഷെ അന്വേഷിക്കലുണ്ട് കസ്റ്റമർ. നമ്മളെല്ലാരും ചോദിക്കണ പോലെ തന്നെ പൂച്ചക്കുട്ടികളെ എവിടെയെന്ന് ചോദിച്ചാൽ ഐറ്റങ്ങളിൽ പോയി കാണലുണ്ട്. അപ്പൊ ഒരു വിശേഷം. പക്ഷെ വേറെ കാര്യമുണ്ട്, ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാട്ടിട്ടില്ല. കാരണം നമ്മളെ 1-2 ആൾക്കാർ പറഞ്ഞു വീഡിയോയിൽ കാട്ടണ്ട, നമ്മളെ കുട്ടികളെ പോലെ തന്നെ നാവൂറിടും പറഞ്ഞു അല്ലേ. അപ്പൊ എനിക്കതിൽ പേടിയൊന്നുമില്ല, വേണമെങ്കിൽ ഞാൻ കാണിക്കാം. പക്ഷെ 1-2 ആളെ അഭിപ്രായം മാനിച്ചു. അതേപോലെ തന്നെ വേറൊരു സാധനം കാണിക്കാണ്ട്. ഇവിടെ നമ്മളെ ഈ ഈത്തപ്പന മരത്തുമ്പോ ഈത്തപ്പായ ഉണ്ടായി അല്ലേ. കുഴിച്ചിട്ടപ്പോൾ നമ്മൾ കരുതിയില്ല ഈത്തപ്പായ ഉണ്ടാവും. ഇതുണ്ടാവാനുള്ള കാരണം എന്താ അറിയോ? ചൂടിന്റെ കാഠിന്യം. ഇതാണ്ടോ ഒറ്റ ഒന്നുള്ളൂ. അതിൽ തന്നെ നമ്മൾ സന്തോഷവാന്മാരാണ്. കാണില്ല, ഒന്ന് സൂം ചെയ്ത് കാണിച്ചു. ഇപ്പൊ ചെറുതാണ്, അത് പഴുത്തതിന് ശേഷം നമ്മൾ തിന്നതും കാണിക്കല്ലേ. ഇന്ന് നമ്മളെ ഗാർഡൻ വർക്കർമാരും വന്നിട്ടുണ്ടല്ലേ. അടുത്തല്ല എല്ലാത്തിനും ഓരോ കൊല ഉണ്ടാവും എന്നുള്ളത് പ്രതീക്ഷിക്കാം. മോനെയോ പറിച്ചേട്ടോ, പഴുത്തിട്ട് പറിക്കുക അല്ലെങ്കിൽ പൗത്തിട്ട് പറിച്ചാ അല്ലേ. നമ്മൾ ചെടിയൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുറേ ദിവസം നമ്മൾ കരുവാരകുണ്ട് ഷോറൂമിൽ നിന്ന് വീഡിയോ എടുത്തിട്ട് വരും എല്ലാവരും വരും ലഭ്യേ. ഇന്നേ അതല്ല, ഇന്ന് പിന്നെ രസമുണ്ടേ. ഇന്ന് രാവിലത്തെ 2 വോയിസ് ഞാൻ കേൾപ്പിച്ചാൽ കേട്ടോ. സന്തോഷ വാർത്ത എങ്ങനെ സന്തോഷ വാർത്തകൾ വരിക. ആദ്യം ലബിന്റെ വോയിസ് ഉണ്ട്. കടയിലത്തെ പൂച്ച പ്രസവിച്ചിരിക്കണം, 3 കുട്ടികളുണ്ട്. പിന്നെ നമ്മളെ സൺഡ്രത്തെ ഈത്തപ്പാനുണ്ടല്ലോ, അതിമ ഒരൊറ്റ ഈത്തപ്പായ ഉണ്ടായിരുന്നു. അടുത്ത ആളെ വോയിസ്. നമ്മളേ വിഷ്ണു നമ്മളെ GM ആണ്. ഇദ്ദേഹം കണ്ണൂരാട്ടോ, കണ്ണൂരുകാരനാണ്. കണ്ണൂർക്കാരുണ്ട്. മൂപ്പരെ വോയിസ് ഏൽപ്പിച്ചാൽ കേട്ടോ. പിന്നെ സാറിനോടൊരു കാര്യം പറയാൻ പറ്റും. ഇന്ന് നമ്മളെ പൂച്ച ഇന്ന് പ്രസവിച്ചിട്ടായിരുന്നു. അതായത് പൂച്ച പ്രസവിച്ചതിന്റെ സന്തോഷമാണ് ഈ കാണുന്നത്. കാരണം 2 ആളും വോയിസ് കൊടുക്കുന്നു, എല്ലാരും സീരിയസ് ആയിട്ട് എടുക്കണു. ബിരിയാണി ഉണ്ട്. ഇത് വ്ളോഗാട്ടോ, ഞങ്ങൾ അതുകൊണ്ട് രസമായിട്ട് എടുക്കണം അല്ലേ. കാരണം വണ്ടികളെ വിശേഷമോ കാര്യങ്ങളൊന്നും അല്ല. ഇന്ന് ഞങ്ങൾ സൺഡേ ആയതുകൊണ്ട് ഞങ്ങളൊരു ഔദ്യോഗികമായിട്ട് ഓപ്പണിംഗ് അല്ല, രസത്തിൽ ഓപ്പൺ ആവും. എന്നാലും എത്ര ആൾ ലീവ് ഉണ്ടെന്ന്? അത്രേ ലീവ് ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ വന്നിട്ട് ഇന്ന് ഞങ്ങൾക്ക് യൂണിഫോമോ കാര്യങ്ങളൊന്നും ഇല്ല. ഇന്ന് എല്ലാവരും അടിച്ചുപൊളിയാണ്. ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ കുറെ ടീമുണ്ട്, എല്ലാവരും പരിചയപ്പെടാം. വണ്ടികൾ പരിചയപ്പെടുത്താണ്ട് അന്താനെ കുറെ പരിചയപ്പെടുത്തല്ലേ. അതേപോലെ അന്താനെ പരാതി ഉണ്ട്, ആ പരാതി തീർക്കുക. ആരത്തേലും ഇന്നോവ ക്രിസ്റ്റകൾ ഫോർച്യൂണറൊക്കെ കൊടുക്കാണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യും. സ്ക്രീനിൽ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട്, എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി. നല്ല വണ്ടികൾ ഉണ്ടെങ്കിൽ നമുക്ക് റെഡി പേയ്മെന്റിന് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് ആർസി ഓണർ ആയിരിക്കണം, അല്ലെങ്കിൽ ആർസി ഓണറുടെ സമ്മതപ്രകാരം ആയിരിക്കണം. മേജർ ആക്സിഡന്റ്, ഫ്ലഡിൽ പെട്ടത്, കിലോമീറ്റർ തിരിച്ചത്, പിന്നെ അങ്ങനത്തെ വണ്ടികളല്ലാത്ത നല്ല വണ്ടികൾ, നമുക്ക് മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റിയ വണ്ടികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. നമുക്ക് റെഡിയിൽ പർച്ചേസ് ചെയ്യാം. ഞാൻ അതല്ല നിങ്ങൾക്ക് ഒരു ബെറ്റർ പ്രൈസിൽ സെയിൽ ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമർ പ്രൈസ് വെച്ചിട്ട് അതിന് മാച്ച് ചെയ്തിട്ടുള്ള പരിപാടി ചെയ്ത് കൊടുക്കാം. പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന നമുക്ക് പർച്ചേസ് ചെയ്യാം. എത്രയും പെട്ടെന്ന് നിങ്ങൾ കോൺടാക്ട് ചെയ്യും അല്ലേ. നമുക്ക് ഒരുപാട് വണ്ടി ആവശ്യമുണ്ട്. അന്താനല്ലേറെ ആവശ്യപ്പെടുന്നത് ഇപ്പോൾ വിഷ്ണുവാണ്. ഇങ്ങനെ കസ്റ്റമർ എൻക്വയറി ലീഡ്സ് കാര്യങ്ങളുണ്ട്. ഇന്നോവക്ക് ഉണ്ട്, ക്രിസ്റ്റക്ക് ഉണ്ട്, ഫോർച്യൂണറിനുണ്ട്. ഇത്തരം വണ്ടികളൊക്കെ നമുക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അല്ലേ. അപ്പോൾ വിൽക്കാലൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കോൺടാക്ട് ചെയ്യും. വണ്ടികൾ നമ്മളതിന്റെ സ്റ്റോക്ക് ഉണ്ട്, ക്രിസ്റ്റകളും ഇന്നോവളൊക്കെ ഉണ്ട്. ഇനിയും വേണം സ്റ്റോക്ക്. ഇതിപ്പോ 2 വണ്ടികൾ സ്റ്റോക്ക് കയറി നമ്മൾ ആരും അറിയിച്ചിട്ടില്ല. ഇന്നലെ കയറിയിട്ടുള്ളൂ. 80,000 കിലോമീറ്റർ 2.8G ഓട്ടോമാറ്റിക് റീപ്ലേസ് ഇല്ലാത്തൊരു വണ്ടി സ്റ്റോക്ക്. ഇതാണ്ടോ ഈ ലൈന് ഫുള്ള് ക്രിസ്റ്റയാണ്, അപ്പുറത്തെ ലൈൻ ഇന്നോവകളാണ്. എന്നാലും നമുക്ക് ഫോർച്യൂണർ കുറച്ച് ട്രെൻഡിങ് ആണ്, ആൾക്കാർക്ക് മോഡിഫൈ ചെയ്യാൻ. അതാണ് ഇപ്പൊ കിട്ടാത്ത കാര്യമായിട്ട്. അപ്പൊ ടൈപ്പ് 2 ഫോർച്യൂണർ ഒക്കെ കൊടുക്കാണ്ടെങ്കിലും നിങ്ങൾ കോൺടാക്ട് ചെയ്യും. അതേപോലെ നമ്മൾ വിൻറ്റേജ് കളക്ഷൻ വണ്ടികളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. അതൊന്നും കൊടുക്കാനല്ല. നമ്മളെ ഗോൾഡൻ പ്രീമിയർ പത്മിനി, നമ്മളെ SSI ഇപ്പോഴും വാങ്ങിയ ആൾ കൊണ്ടുപോയിട്ടില്ല അല്ലേ. ഒരാൾ വാങ്ങിയിട്ട് ഇപ്പം എത്ര കൊല്ലായി? ഏകദേശം 2 കൊല്ലം. 2 കൊല്ലമായോ? 1 കൊല്ലമല്ലേ? 2 കൊല്ലമാനായില്ലേ. അതേപോലെ ഇത് നമ്മളെ 4444 നമ്മളെ ബുള്ളറ്റുകൾ ഇവിടെ ഉണ്ട്. പിന്നെ ഇത് കൊടുക്കാനാണ് വില്ലീസ് അല്ലേ. ഇത് നമ്മളെ പിന്നെ ഒരു കസ്റ്റമർ പാർക്കാൻ സൈഡിന് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇത് ഈ വില്ലീസ് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ഒക്കെ ആകുമ്പോൾ അതിനൊരു മോഹവിലയാണ്, നല്ല പ്രൈസ് ഉണ്ടാവും അല്ലേ. അതേപോലെ ഒരു കിലോമീറ്റർ ഒന്ന് പുതിയ 92,000 2013 മോഡൽ G4 ഒറിജിനൽ കേരള.
അത് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ടൈപ്പ് 3 തന്നെയാണ്. അതേപോലെ റീസെയിലില് അധികം വരാത്തൊരു വണ്ടിയാണ് മഹീന്ദ്രന്റെ BE6 അല്ലേ? അതിൽ ഏറ്റവും ടോപ്പ് സെക്കൻഡ് മാർക്കറ്റിൽ ഫുൾ ഓപ്ഷൻ വണ്ടി. ആകെ 2500 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇന്നലെ വന്നിട്ടുള്ളൂ. ഇതിന്റെ കാര്യങ്ങളൊന്ന് സെറ്റ്. അപ്പോൾ തീർച്ചയായിട്ടും ആവശ്യമില്ല കോൺടാക്ട് ചെയ്തോളൂ. ഇലക്ട്രിക് അല്ലേ? ഒരു പിന്നെ ഹുണ്ടായിൻ്റെ ഇലക്ട്രിക് കാർ ഉണ്ടായിരുന്നു, നമ്മൾ ഇന്നലെ സെല്ലായി ഡെലിവറി കൊടുത്തു. ഇനി മഹീന്ദ്രന്റെ താറുകളുണ്ട്. ഓട്ടോമാറ്റിക് പെട്രോൾ ഉണ്ട്, ഓട്ടോമാറ്റിക് ഡീസൽ ഉണ്ട്, മാനുവൽ 4x4 പെട്രോൾ ഉണ്ട്, 2 വീൽ ഡ്രൈവ് ഡീസൽ മാനുവൽ ഉണ്ട്. എന്താ സിനാനോ അതിൽ നടക്കണു? വാ, സിനാനോ കുറേ വീഡിയോയിൽ ഇട്ടിട്ട് അല്ലേ? ഇന്ന് ഞായറാഴ്ച കൊണ്ട് പൊളിക്കാണ് അല്ലേ? എന്താ വർത്താനം? സുഖല്ലേ? എങ്ങനെയുണ്ട്? പൂച്ചക്കുട്ടികളെ കണ്ടോ? കാണിച്ചു കൊടുക്കണ്ടല്ലേ നമ്മള്? കുറെ അഭിപ്രായമാണ്. കാണിക്കണമെന്നോ കാണിക്കണ്ടെന്നൊക്കെ ഉണ്ടല്ലേ ജുനോ? കാണിച്ചാൽ മോശമുണ്ടോ? ആഴ്ചയില്ല. എന്നിട്ട് കാണിക്കാം. നല്ല അടിപൊളി ക്യൂട്ട് കുട്ടികളാണ്. കാണിച്ചു കൊടുക്കാറുണ്ട്. അത് വേറെ കാര്യമുണ്ട്. നമ്മളെ വീട്ടിൽ ചെറിയ കുട്ടികളുണ്ടായാലില്ലേ, ഞങ്ങളൊന്നും കാണിക്കാനായിക്കൂല. കുട്ടികളെ വീഡിയോ ഫോട്ടോ ഒന്നും കാണിക്കാനായിക്കൂല. ഓരോരുത്തർക്കും ഓരോ വിശ്വാസമാണല്ലേ. പക്ഷെ എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. തവക്കൽത്തു അലല്ല. അതായത് തവക്കൽത്തു അലല്ല എന്താ അറിയില്ല. ദൈവത്തിന് ഏൽപ്പിച്ചു. നിങ്ങൾ ദൈവവിശ്വാസിയല്ലേ? ആ ദൈവത്തിന് ഏൽപ്പിച്ചു. വരി നിങ്ങളെ എല്ലാവരും എന്താ ക്യാമറയുടെ ബാക്കിക്ക് പോണ് അല്ലേ? എല്ലാവരും ബാക്കിക്കാണ്. നമുക്ക് ചായ കുടിക്കാലോ, പരിപാടി വെക്കാലോ? ചായയോ? കണ്ണൂരിക്കോ? എന്താ ക്ഷണിക്കണില്ല. അപ്പൊ നമ്മളാണ് പോവാണ്. കല്യാണ പരിപാടിയൊക്കെ നോക്കണം. കല്യാണ പരിപാടി അന്വേഷണം തുടങ്ങിയിട്ടുള്ളൂ അല്ലേ? നോക്കുന്നുണ്ട്. ആ തീർച്ചയായിട്ടും ആരെങ്കിലും നല്ല കുട്ടികളൊക്കെ സുന്ദരനും സുമുഖനും എഡ്യൂക്കേഷൻ നമ്മുടെ GM ആണ് അല്ലേ? തീർച്ചയായിട്ടും പിന്നെ GMന്റെ മുന്നേ ഇയാൾ ബിസിനസ് കൺസൾട്ടൻ്റ് ആയിരുന്നു. ഞാൻ പൊക്കിയതാണ്. പൊക്കിയാണ്ട് ഇവിടെ ഇട്ടു, ഇവിടെ വന്നു, ഇവിടെ ലോക്കാക്കി. ഇപ്പം നമ്മളൊരു കൂടപ്പുറപ്പ് വരെ നമ്മൾ ഇപ്പം സഞ്ചരിക്കുന്നുണ്ട്. ഇപ്പം എത്ര മാസമായി ഇവിടെ വന്നിട്ട്? 1 വർഷം ആവാനായി. 1 വർഷം ആവാറായി അല്ലേ? നിങ്ങൾ പിന്നെ കാര്യത്തിൽ കല്യാണം അന്വേഷിക്കുന്നുണ്ടോ? നമുക്ക് ഒരൊറ്റ വീഡിയോ ഇട്ടാലോ? സുന്ദരനും സുമുഖനും ബുക്കിംഗാ? അഡ്വാൻസ് അയക്കണോ? ഇതല്ലേ ഇതെന്താ വെച്ചാല് ഇവര് 95 മോഡല് കണ്ണൂർ രജിസ്ട്രേഷനിലുള്ള നല്ല മോനുവിന് ഇതേപോലെ അന്വേഷണം സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ അപ്പൊ പറഞ്ഞു നമുക്കൊന്ന് മോനുവിന് തിരയിൽ തുടങ്ങിയാലോ. അപ്പൊ അമ്മാൻ്റെ ഒരു വീഡിയോ ഇട്ടാലോ? നമുക്ക് വേണ്ടല്ലോ ഒറ്റ മോനിന്റെ ഡീറ്റെയിൽസും പറയാം. എത്ര മോഡലാ? 2000 മോഡലല്ലോ? 2000 മോഡല്. 2000 മോഡലൊന്നുമില്ല, ചെറുതായിട്ട് മുടിയൊക്കെ അതൊക്കെ ഞങ്ങൾ കട്ട് ചെയ്ത് റെഡിയാക്കും അല്ലേ? ഇപ്പൊ ആക്സസറീസിന്റെ ഹെഡിലാണ് കല്യാണം. വേറെ ചെറുക്കന്മാരുണ്ട് അവിടെ അല്ലേ? എല്ലാരും പേര് ലിസ്റ്റ് വിടുന്നാലൊക്കെ വേഗം വന്നോളൂ. ഞാൻ ആയോ? മോഡൽ പറയാനായോ? അന്റെ പറയാനായോ? ഇവന്റെ പറയാനായിക്കുണ്ടോ? എത്ര മോഡലാണ്? അതാണ് 99. അപ്പൊ 99, 2000, 95. ഇനിയുണ്ട്. മറ്റൊരു നോക്കാനായില്ലേ അൻവറിന്? ഇല്ലേ? ആയില്ല. സിബിലിന് നോക്കാനായിക്കണ്. പിന്നെ ഡാനി ഉറപ്പിച്ചേക്കണല്ലേ? നമ്മളത്തെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ രസമായിട്ട് എടുക്കണ്ട ഞങ്ങളെ ഒരു സൺഡേ വ്ളോഗായിട്ടില്ലേ? രസമായിട്ട് ഞങ്ങൾ ടൂർ നോക്കുന്നുണ്ട്. ടൂർ പോകുമ്പോഴൊക്കെ തന്നെ രസമല്ലേ? എല്ലാവരും കൂടെ കൂടിയാണ്. ഇപ്പം നമ്മളെ പൗതി ടീം കൊച്ചിയിലായി പോയി. ആക്സറീസിലുണ്ട്. എല്ലാം ഇന്ന് ഫുള്ള് വർക്കിങ്ങാ? അല്ല, ഓട്ടോമോട്ടീവ് ലീവാണ്. ഓട്ടോമോട്ടീവ് ആക്സറീസ് സൺഡേ ലീവാണ്. സൺഡേ സഫാരി കാർസ് ഓണാണ്. കൊച്ചിയും കരുവാരകുണ്ടും ഓണാണ്. പക്ഷെ അത് ഞങ്ങളിത് വൈബിൽ വരുന്നതാണ്. ഇപ്പോൾ ഇവിടെ ലീവ് എടുക്കാൻ പറഞ്ഞാലും ചിലവിൽ ലീവ് എടുക്കൂല. ഇവിടെ രസം അല്ലേ? ഞങ്ങളും തന്നെ നാട്ടിലുണ്ടോ ഇവിടെ ഉണ്ടാവും. ഇവിടെയാണ് പരിപാടി നടക്കുന്നത്. ക്യാൻസലാക്കിയോ? ശരി. നാട്ടിൽ പോകാതൊക്കെ നാട്ടിൽ എന്ത് പോയതിനപ്പോ ആള് പാർട്ടിയാ പറയില്ല. പാർട്ടി തോൽക്കുന്നുള്ളൊരു ആകാംക്ഷ ഉണ്ട്. അത് ഞങ്ങളൊക്കെ ചെലവുണ്ടല്ലേ? പക്ഷെ ഇവിടെ രാഷ്ട്രീയമല്ല. രാഷ്ട്രീയമൊക്കെ അവരെ മനസ്സിൽ ഉണ്ടോ? ഇവിടെ ചെറിയ പരിപാടി വെച്ചിരുന്നു. എല്ലാരും ഇങ്ങനെ ബക്കറ്റ് കിട്ടാണ്ട് ചാടനോൽക്ക് എന്താണ് അവർക്ക് ഇഷ്ടമല്ലേ പറയാനാണ്. അതിലാരും ചാടിയില്ല. മൂപ്പര് പറഞ്ഞാണ് പിന്നെ കൊടുക്കല് നിർബന്ധമാണ് തന്നെ. ആ വീഡിയോ ഉണ്ടോ? വേണമെങ്കിൽ ഈ വ്ളോഗിന്റെ ലാസ്റ്റ് ഇട്ടോളി അല്ലേ? പക്ഷെ ഇവിടെ മാത്രങ്ങൾ ഉണ്ടാക്കിയേ കൊച്ചിയിൽ ഉണ്ടാക്കിയില്ലല്ലേ? അപ്പൊ ജോലിക്ക് പ്രശ്നമാവോ? നമുക്ക് ആ വ്ളോഗ് രസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ ലാസ്റ്റ് ക്ലിപ്പിൽ ഇട്ട് കൊടുത്തോളി. ഇവിടെ പരിപാടി നടത്തിന്. അപ്പൊ ഇന്ന് അതിന്റെ ചെലവുണ്ട് അല്ലേ? മലൂത്തുണ്ട്. അപ്പൊ നാളെ റിസൾട്ട് വരുമ്പോ എന്താവും?
അറിയില്ല പാർട്ടി അറിയില്ല. നിങ്ങൾ തോക്കൊന്ന് പറഞ്ഞപ്പോ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ആൾക്കാർക്ക് ഏതാ പാർട്ടി. ഇതിലേ ഞങ്ങളെ ഷോറൂമിൽ എല്ലാ ഐറ്റം പാർട്ടിക്കാരും ഉണ്ട്. പക്ഷെ എനിക്ക് എന്നെ സംബന്ധിച്ച് അങ്ങനെ നിശ്ചിത പാർട്ടി ഒന്നും ഇല്ലായിരിക്കും. അത് ഇടയ്ക്ക് ഓരോ ആൾക്കാരെ നോക്കിയാണ്ട് ഞാൻ പച്ചയാണ്, ഓൻ ചോപ്പാണ്, കറുപ്പാണ്, മഞ്ഞയാണ് എല്ലാ പാർട്ടിയും ഉണ്ട് അല്ലേ. ഞാൻ പാലിക്കുന്ന സ്വന്തമായിട്ട് ഒരു പാർട്ടി ഉണ്ടാക്കിയല്ലോ എന്നാണ് അല്ലേ. എന്നാൽ നമുക്ക് നമ്മളെ ആശയങ്ങളൊക്കെ പറയാലോ. എനിക്ക് കുറേ കൺസെപ്റ്റുകളുണ്ട്. അപ്പം ഞാനായിട്ടൊരു സ്വന്തമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയാലോ ചിന്തിക്കാറ്. ഇഞ്ചപ്പം കൂടുമോ? ആ എന്നിട്ടും അവിടെ എല്ലാവരും പാടെ മറ്റേത് ഏതെങ്കിലും ഒരു പാർട്ടിൻ്റെ ഒപ്പം കൂട്ടിയാൽ ഓരോ സപ്പോർട്ടേലും ഉണ്ടാവും. ഇതെല്ലാ പാർട്ടിക്കാരും പാടെ ആക്രമിക്കേക്കാരോ. നമ്മൾ പിന്നെ ഇറന്ന് താത്തക്ക് ഉണ്ടാവില്ല. നമ്മളെ പാർട്ടി ഏതാണോ? നമ്മളെ പാർട്ടി ബിസിനസ്സാണ്. നമ്മളൊരു സംരംഭകനാണ് അല്ലേ. അപ്പോൾ നമ്മളെല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെയും നന്മകൾ മാത്രം സ്വീകരിക്കുക. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ നമുക്ക് പറ്റാത്തതുണ്ടോ അതിനെ വിമർശിക്കുക. നമ്മളെല്ലാവരും ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടി എന്താണ്, ജനങ്ങൾക്ക് സേവിക്കാറില്ലാണ് അല്ലേ. എല്ലാവരെയും ആഗ്രഹം എന്താണ്, ജനങ്ങൾക്ക് നല്ല ചെയ്യുക. അപ്പോൾ അതിൽ ഓരോന്നിലും നന്മ ഉണ്ടാവും. ആ നന്മകൾ മാത്രം നമ്മൾ സ്വീകരിക്കുക, അതോടൊപ്പം സഞ്ചരിക്കുക, വ്യക്തികൾക്ക് നല്ല പ്രാധാന്യം കൊടുക്കുക. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് LDF പാർട്ടിയിൽ നല്ല ബന്ധമുള്ള ആൾക്കാരുണ്ട്. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ലീഗിലുണ്ട്, കോൺഗ്രസ്സിലുണ്ട്, BJPയിലുണ്ട്. എല്ലാ പാർട്ടിയിലായിട്ടും നമുക്ക് ബന്ധമുണ്ട്. അത് പാർട്ടിനെക്കാട്ടിലും ഞാൻ നോക്കുന്നത് ബന്ധങ്ങൾക്കാണ് അല്ലേ. അപ്പോൾ എൻ്റെ കാഴ്ചപ്പാടാണ് അതിൻ്റെ രാഷ്ട്രീയം അല്ലേ. ഞാൻ പിന്നെ മിനിസ്റ്ററോട് ചോദിച്ചു കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ, എനിക്ക് രാഷ്ട്രീയം അല്ല എന്ന് പറയുന്ന ആൾക്കാരോട് എന്താ പറയല്ലേ. അപ്പോൾ മൂപ്പര് പറഞ്ഞു അതൊരു രാഷ്ട്രീയമാണ് അല്ലേ. അതാണല്ലോ രാഷ്ട്രീയം. ഒരാളെ നിലപാടെന്താ, ഒരു രാഷ്ട്രീയം ഇല്ല എന്ന് പറയല് ഞാൻ ആദ്യം ഇതിന് നിലപാടില്ല എന്നാണ്. പക്ഷെ അതൊരു നിലപാടാണ് അല്ലേ. അപ്പോൾ തീർച്ചയായും പറഞ്ഞു വന്നപ്പോൾ അങ്ങനെ വന്നതാണ്. അപ്പോൾ ഇതിലാരും രാഷ്ട്രീയം കാണണ്ട. ഞങ്ങളിവിടെ എല്ലാ മതമുണ്ട്, എല്ലാ രാഷ്ട്രീയവും. ഒരു കമൻറ്റ് ബോക്സ് ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ കയറും അല്ലേ. നിങ്ങൾക്ക് അടിച്ചിട്ടുണ്ട് അല്ലേ. നമ്മൾ ചിന്തിക്കാത്ത ഞങ്ങൾ കരുതാത്തയും കാര്യങ്ങളൊക്കെയാണ് കമൻറ്റ് ബോക്സിൽ വരിക അല്ലേ. ഈ നമ്മൾ കൊടുക്കണ്ട, നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ തന്നെ കൊടുക്കുന്നുണ്ട്. പച്ച വർഗീയത എഴുതുന്ന ആൾക്കാർ ഇപ്പോഴും കമൻറ്റ് ബോക്സിലുണ്ട് അല്ലേ. പിന്നെ നമ്മൾ കൊച്ചി ഷോറൂമിൻ്റെ ഏതോ വീഡിയോ ഇട്ടപ്പോൾ ലഭ്യ കണ്ടത്. അവിടെ വാ, എന്നോട് പറഞ്ഞേ നിങ്ങളെ ആൾക്കാർക്കേ പണിയെടുക്കുള്ളൂ. ഓനെച്ചാ കജ്ജ കിട്ടിയിട്ടുണ്ടല്ലോ, മൂക്കിയാ കുത്തി പൊട്ടിച്ചു അല്ലേ. ഒന്ന് പറഞ്ഞു കൊടുത്താണ്. നമ്മളങ്ങനെ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാർ പോലാണ്. ഞാനവിടെ പണിക്കാളെടുക്കല്. നിങ്ങളെ പേരെന്താ? വിഷ്ണു. പിന്നെ അവിടുന്ന് മത്താഴ്ചയായിട്ട് പണിക്കെടുക്കണം. എനിക്കിതിൽ റോളേ ഇല്ല. എന്നിട്ട് പറയാം നിങ്ങളെ ആൾക്കാർക്കേ പണിയെടുക്കുള്ളൂ. അത് നിങ്ങൾ ഇവിടെ ഞങ്ങളെ നാട്ടിൽ വരണം അല്ലേ. ഇപ്പം ഇനി ഇവിടെ വരും. ഞങ്ങൾക്ക് ചായയും കടി ഉച്ചക്ക് ചോറും ഒക്കെ ഉണ്ടാക്കി തരുന്നത് ഞങ്ങളെ ചേച്ചിയാണ്. ചേച്ചി ഉണ്ടാക്കി തരുന്നത് ഞങ്ങൾ തിന്നണേ. ഇവിടെ മതം, രാഷ്ട്രീയം, വർഗീയത അതൊന്നും ഇവിടെ വില പോകില്ല. നിങ്ങൾ എന്തൊക്കെ കമൻറ്റ് ബോക്സിൽ കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ടും കാര്യമില്ല. പക്ഷെ വിരലിലെണ്ണാവുന്ന ആൾക്കാർ കേട്ടോ, 1-2 ആൾക്കാർ അതിന് നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ തന്നെ നല്ല മറുപടിയും കൊടുക്കലുണ്ട്. പക്ഷേ ഈ കമൻറ്റ് ഇടുന്ന ആൾക്കാരൊന്നൊക്കെ ഫേക്ക് ഐ ഡി എന്നാണ്. ഇത്രയും സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഈ ഫേക്ക് ഐ ഡി കണ്ടെത്താൻ പറ്റില്ല എന്ന് കരുതുന്നുണ്ടോ? അതൊക്കെ സിമ്പിളായിട്ട് ബാങ്ക് ചേട്ടെ. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു നിർത്തിയേ ഫേക്ക് ഐ ഡി അല്ലേ. അപ്പോൾ ഫേക്ക് ഐ ഡി നമുക്ക് കണ്ടെത്താനൊക്കെ പറ്റും. നിങ്ങൾക്ക് ഫേക്ക് ഐ ഡി എന്നൊക്കെ വന്നൊരു കമൻറ്റൊക്കെ എഴുതി സുഖം കിട്ടുകയാണെങ്കിൽ ഓൽക്കാൻ സുഖം കിട്ടട്ടെ അല്ലേ. നടക്കട്ടെ. പക്ഷേ ദൈവത്തിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമുക്ക് വലിയ നെഗറ്റീവ് ഒന്നുമില്ല. നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരോടും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. നമുക്കൊരാൾക്ക് ഗിഫ്റ്റ് കൊടുത്താലോ ഇവിടെ. ഇന്നൊരാളുണ്ട് ഇവിടെ. വാ, അതാ ചായക്കട. അതേപോലെ നമ്മൾ ചായയും കടയൊക്കെ വരുന്നുണ്ട്. ഫസ്റ്റ് ഇയാൾക്ക് കൊടുക്കുക. വാ, കൺഗ്രാജുലേഷൻ. സൺഡേയിലും യൂണിഫോം ഇട്ട് വന്നേ അല്ലേ. ഇദ്ദേഹത്തിൻ്റെ അമൽക്കുട്ടൻ, എന്താ പേര്? അമൽരാജ് അല്ലേ. അമൽ ഇന്നെന്ത് യൂണിഫോം ഇടാൻ കാരണം? മറന്നു അല്ലേ. ഇതൊക്കെ രസമായിട്ട് എടുക്കണ്ടേ. ഒരാളെ കളിയാക്കാണ് കരുതരുത് അല്ലേ. ഞങ്ങൾ വൈബോണ പിന്നെ എങ്ങനെയാണ് തമ്മിൽ ട്രോളിയിട്ടും മക്കറാക്കിയിട്ടൊക്കെ. ഇനി മക്കറാക്കി കൊണ്ടിട്ട് ചോയ്പൊന്നുമില്ല, ഞങ്ങൾക്ക് മോശമൊന്നുമില്ലല്ലോ. ഇപ്പം യൂണിഫോം ഇട്ട് വന്നതിന് ആദ്യം പേര് കൊടുക്കി. ചേച്ചിനെ എല്ലാവരും ചോദിക്കലുണ്ട് എവിടെ പോയാലും. ചേച്ചി ഇന്ന് ചായ ബ്രെഡ് പോരി. വിഷ്ണു എണ്ണക്കടി ഒഴിവാ, ഡയറ്റാണല്ലേ. പക്ഷെ ചായ വിളിച്ചാൽ ഒരേ ഒരു പരാതിയാണ്, വിഷ്ണു തീറ്റ കുറച്ച് കൂടുതലാണ്. വേറെ കാര്യമുണ്ട്. വിഷ്ണു വന്നപ്പോ ഇത്ര തടിയില്ല, അതാണ് അമ്മ വിളിക്കണേ. ഇവിടെ വന്നിട്ട് കൂടിയതാണ് അല്ലേ. അമ്മ വിളിക്കുമ്പോ എന്താ അറിയില്ലേ, അവിടെ നിങ്ങോട്ട് പറഞ്ഞാറോ ഇന്ന് അവനെ പട്ടിണി കിടണോ. ചേച്ചിയെ ഇനി ഫുഡ് കൊടുക്കണ്ട, ഒന്ന് തടി കുറച്ചല്ലേ, അല്ലെങ്കിൽ പിന്നെ ആളെ മിസ്സാവും നമുക്ക്. രാത്രിയായ കുഞ്ഞാക്കാണ് കമ്പനി. ഓലിങ്ങനെ തട്ടിക്കൂടിയിട്ട് അന്താന്റെ ഒപ്പം കൂടിയ ഏത് തടി ഇല്ലാത്തോലും തടിച്ചും, എല്ലാ ഡയറ്റും പാളും. ഫുഡിന്റെ കാര്യത്തിൽ അന്താനെ കഴിഞ്ഞിട്ട് ലിമിറ്റ് വെച്ചിട്ട് തിന്നു കാണണ്ടല്ലോ. ഞാൻ ഇന്നും ഒരേ മാതിരിയാണ്.
ആ ലിമിറ്റ് ഞങ്ങൾക്ക് അറിയാം അല്ലേ? നമുക്ക് ചായ ഇരുന്ന് കൊടുക്കുക. അവിടെ കസ്റ്റമർക്കും കൊടുക്കും. ചേച്ചി അവിടെ കസ്റ്റമറുണ്ട്. കസ്റ്റമർ അവിടെ എത്ര ആളുണ്ട്? 2 ആളുണ്ട് അല്ലേ? ആ വ്ളോഗല്ലേ, കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ എടുത്തോളി. ഇവിടെ ബെൽ കൊടുക്കി. ഇതാ ഇവിടെ വിഷ്ണു ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് 2 വിഷ്ണു ഉണ്ട് ഇവിടെ. വാ, വിഷ്ണു പാലക്കാട്ടുകാരനാണ്. എവിടെ വീട്? എവിടെ? പട്ടാമ്പിയാ? പാലക്കാടല്ലേ? ശരിക്കില്ലേ പട്ടാമ്പി പാലക്കാട് വരിക. പക്ഷെ എല്ലാവരും പറയും പാലക്കാടാണെന്ന് പറയും. പക്ഷെ പട്ടാമ്പി എന്ന് കേൾക്കുമ്പോൾ പട്ടാമ്പി എങ്ങനെ പാലക്കാട് ചോദിച്ചു. പട്ടാമ്പി പാലക്കാട് ഒരുപാട് വ്യത്യാസമാണ്. തൃശ്ശൂരാണോ പാലക്കാടാണോ മലപ്പുറത്താണോ? അതെ അതെ, പാലക്കാട് ജില്ലയിലാണ് പട്ടാമ്പി വരുന്നത്. പട്ടാമ്പിക്കാരനാണ് അല്ലേ? ശരിക്കും നിങ്ങൾക്ക് പാലക്കാട് ഭാഷ കയറൂല. ഇല്ല, ഭാഷ പാലക്കാട്. ഇവിടെ ഒരുവിധം ജില്ലക്കാരൊക്കെ ഉണ്ട്. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡൊന്നുമില്ല. കാസർഗോഡ് അവിടെ ഉണ്ട്. കാസർഗോഡ് നമുക്ക് കൊച്ചിയിലുണ്ട്, പിന്നെ എറണാകുളം ഉണ്ട്, കൊല്ലുണ്ട്, പത്തനംതിട്ട അല്ല, ഇടുക്കിയില്ല, നമുക്ക് മാഷാഅല്ലാ എല്ലാ ജില്ലയിൽ നിന്ന് നമുക്ക് കസ്റ്റമർ ഉണ്ട് അല്ലേ, സപ്പോർട്ട് ചെയ്യണം. എന്താ പക്കാ മലപ്പുറം സംസാരമാണ്. ഞാൻ കുറേയൊക്കെ സ്റ്റാൻഡേർഡ് ആയിക്കണില്ലേ. പിന്നെ ഞാൻ സ്റ്റാൻഡേർഡായ എങ്ങനെയാണോ, പിന്നെ ഏതോ ഒരു സ്ഥലത്ത് ആരോ പോയിട്ടേ കുട്ടിയിലിങ്ങനെ ഓടിക്കളിക്കുകയാണ്. അപ്പോൾ വാപ്പയാണോ ഉമ്മയാണോ അറിയില്ല, ഒന്ന് സ്റ്റാൻഡേർഡായിട്ട് പറയും, മോനെ അതിൽ ഓടല്ലേ അവിടെ ഒരു കുഞ്ചുണ്ട്. ഇതേപോലെ നമ്മൾ എത്ര സ്റ്റാൻഡേർഡ് ആയാലും മലപ്പുറം ഭാഷ എവിടെയെങ്കിലൊക്കെ ഒന്ന് കയറും അല്ലേ. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഓഡിയൻസിനെ നമ്മളറിയാം തീർച്ചയായിട്ടും. പക്ഷേ വേറെ ഒന്നുണ്ട്, നമ്മൾ പ്രൊഫഷണൽ ആവേണ്ടടുത്ത് നമ്മൾ പ്രൊഫഷണൽ ആവുന്നുണ്ട്. ഇത് ഞങ്ങളെ വ്ളോഗാണ്. ശരിക്കും വ്ളോഗ് നമ്മൾ സ്റ്റോപ്പ് ചെയ്താണ്. ഞങ്ങൾ വ്ളോഗൊക്കെ തുടങ്ങിയാണ്ടല്ലോ. ഇതൊന്നും അല്ല, പരിപാടി നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ. പണ്ട് നമ്മൾ വീടിൻ്റെ അടുത്തുള്ള പുഴയിൽ ചാടാൻ പോക്കും കൽക്കുണ്ട് പോക്കും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ശരിക്കും ആ രാവിലെ കൽക്കുണ്ട് മലൻ്റെ മേലെ പോയി ഒരു സ്ഥലം നോക്കാൻ പോയതാണ്, സ്ഥലം കാണാൻ പോയത്. എന്തൊരു രസമെന്നോ. ശരിക്കും അതൊക്കെ വ്ളോഗ് ഒക്കെ ആണെങ്കിൽ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും പുതിയ പുതിയ വ്ളോഗുമായിട്ടൊക്കെ വരാം. ശരിക്കും ചായ കുടിക്കുമ്പോൾ, വെള്ളം കുടിക്കുമ്പോൾ, ഫുഡ് കഴിക്കുമ്പോൾ ഇരുന്ന് കഴിക്കണം. നമ്മളൊരു തെറ്റായ സന്ദേശം നമ്മൾ വീഡിയോയിൽ കാണിക്കരുത്. ഇതാണ് നമ്മളെ പിന്നെ പെറ്റ്സിൻ്റെ ഏരിയ അല്ലേ. ഇത് നമ്മളെ പൂച്ചക്കുട്ടികൾ അവിടെ ഉണ്ട്, കിളികളുണ്ട്, ഫിഷുകളുണ്ട്. ഈ വണ്ടി കുറേ ആൾക്കാർക്ക് അറിവുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട് അല്ലേ, ചോദിക്കലുണ്ട്. ഇത് നമ്മൾ മുന്നേ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ. ഞങ്ങളെ വല്ലിപ്പാക്ക് കടലക്കച്ചവടം ഉണ്ടായിരുന്നു. വല്ലിപ്പതിൽ കടലക്കച്ചവടം പുന്നക്കാട് നമ്മുടെ നാട്ടിൽ കടല വിറ്റിരുന്നത്. അപ്പോൾ വല്ലിപ്പാൻ്റെ മരണശേഷം ഇത് ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് ഒന്ന് റിനിവേറ്റൊക്കെ ചെയ്തിട്ട് വല്ലിപ്പാൻ്റെ എല്ലാ കൊല്ലം നമ്മൾ പെയിൻറ്റൊക്കെ ഒന്ന് അടിച്ച് ഉഷാറാക്കും. പുതിയ ടയറും പുതിയ വീലൊക്കെ ഇട്ടതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വല്ലിപ്പാൻ്റെ ഒരു ഓർമ്മക്ക് സൂക്ഷിച്ചിരിക്കുകയാണ് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെയാണ് നമ്മളെ വ്ളോഗ് വിശേഷങ്ങൾ. ഇതൊക്കെ മുസ്തുവിൻ്റെ കലാപരിപാടികളാണ്. മുസ്തു ഇപ്പോൾ നമ്മളെ ഷോറൂമിലില്ല, മുസ്തുവിനെ പിരിച്ചുവിട്ടു. മുസ്തുവിന് അടിപൊളിയായിട്ട് വർക്കൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതേപോലത്തെ വർക്കുകളൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ മുസ്തുവിനെ കോൺടാക്ട് ചെയ്തോളി അല്ലേ. മുസ്തുവിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. മുസ്തു ഫുള്ള് ബിസിയാണ്. ഇപ്പം ഞാൻ അഫിൻ്റെ ഒപ്പം BNI മീറ്റിങ്ങിനൊക്കെ പോയിക്കണോ, ഫുള്ള് സംരംഭകനാക്കി മുസ്തുവിനെ അല്ലേ. തീർച്ചയായിട്ടും ഇനിയും ഈ കൂട്ടത്തിൽ നിന്നൊക്കെ കുറേ ആൾക്കാർ സംരംഭകരാക്കാണ്ട് അല്ലേ. നമ്മൾ സെലക്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇദ്ദേഹമാണ് ഇതിൻ്റെ ലീഡർ. ഇവിടെ ഇപ്പോൾ എത്ര ആളുണ്ട് നമ്മൾ അണ്ടറിൽ ടോട്ടൽ 70ൻ്റെ അടുത്ത ആളുണ്ട്. ഞങ്ങൾ ടീമിൽ സഫാരി കാർസിൻ്റെ സ്ഥാപനത്തിൽ 70ഓളം ആളുകളാണ് ഇപ്പോൾ അല്ലേ. ഒരു ഫാമിലി പോലെ പോണ്. പൊട്ടലും ചീറ്റിലൊക്കെ ഉണ്ടായില്ലേ ചെറുങ്ങനെ ഇല്ല അല്ലേ. വന്നിട്ട് പറഞ്ഞതേ ഏകദേശം ഒരു മാസത്തിലൊക്കെ 2-3 പൊട്ടൻ ചീറ്റിലൊക്കെ എല്ലായിടത്തും നല്ലോണം ഉണ്ടാവില്ല. ഇവിടെ അത്ര ഒന്നും ഇല്ല. ഇവിടെ എത്ര പൊട്ടിയാലും ലാസ്റ്റ് നമ്മളെ കജ്ജിൽ നിൽക്കും അല്ലേ. പിടിച്ച് കൊളർ പിടിച്ച് കണ്ടനെ കൊണ്ടുവരും. പക്ഷെ ആരും പോക്കൊന്നുമില്ല. ഇനി ആട്ടുണ്ടി വന്നാലും നമ്മൾ ചന്തിക്കൊന്ന് കൊടുത്ത് ഇവിടെ തന്നെ നിർത്തും അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഭയങ്കര രസമുണ്ടാവും കേട്ടോ വ്ളോഗ്. ഇത് നോക്കിയിട്ട് ഇട്ടാൽ മതി. ഇത് വെറുതെ ഇതേപോലെ ഞങ്ങളെ ഇടാത്ത വ്ളോഗ് എത്ര ഉണ്ടാവും. ഇഷ്ടംപോലെ വീഡിയോ ഷൂട്ട് ചെയ്തിരുന്നു. പക്ഷേ അതിൽ ഞങ്ങൾ കുറേ വീഡിയോ ഇടലേ ഉള്ളൂ. വീഡിയോ ഇടണോ നല്ലതാണ് അല്ലേ. അതേപോലെ മോനുവിന് ആക്സസറീസിൽ പുതിയ പുതിയ പ്രൊഡക്റ്റുകളൊക്കെ വരുന്നുണ്ട് അല്ലേ. എന്തായി ജമ്പർ അടിപൊളിയാണ് ആണല്ലേ. ആർക്കെങ്കിലും ഒരു വണ്ടിയിലും ഒരു വീട്ടിലും നിർബന്ധമുള്ള സാധനമാണ് അല്ലേ. വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ ഒരു ജമ്പർ സ്റ്റാർട്ടർ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വാങ്ങിച്ചോളി. ആക്സസറീസിൻ്റെ നമ്പർ ഇപ്പോൾ ഇവിടെ കൊടുക്കാം അല്ലേ. അതായത് നിങ്ങൾക്ക് വണ്ടി എവിടെയെങ്കിലും ചാർജ് കഴിഞ്ഞാൽ ഉടനെ സ്റ്റാർട്ട് ചെയ്യുക.
പിന്നെ അതേപോലെ ടയറിൽ കാറ്റടിക്കുക, അതേപോലെ പിന്നെ ഫോൺ ചാർജ് ചെയ്യുക, ഒരു ലോങ് ട്രിപ്പ് ഒക്കെ പോവാണെന്നുണ്ടെങ്കിൽ വണ്ടിയിൽ നിർബന്ധം ലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. ലൈറ്റ് ആയിട്ട്. അതെ, പിന്നെ അതേപോലെ ഇനിയിപ്പോൾ വീട്ടിൽ സൈക്കിളോ ബൈക്കോ എന്തെങ്കിലും കാറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ ടയറിൽ കാറ്റടിക്കാനൊക്കെ ഉപകാരമില്ല. പെട്ടെന്ന് ഒരു ദിവസം അങ്ങോട്ട് വെക്കുക, ഒരു വാഗനർ വന്നാണ്ട് അത് ഞങ്ങൾ ഇന്നലത്തെ വീഡിയോ പറഞ്ഞു ഞങ്ങള്. ഭയങ്കര ഉപകാരമായി. പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് വിടാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ അല്ലേ. അപ്പോൾ ചായ നമുക്ക് ഇരുന്ന് കുടിക്കാം. എന്തായാലും നമ്മൾ കമൻറ്റ് ബോക്സിൽ ചീത്ത വരും. ഇതാണോ ഇയാളൊക്കെ ഇവിടെ ഉണ്ട്. കരയണ്ട. അപ്പോൾ നമ്മളെ ക്യാറ്റിൻ്റെ കുട്ടികളെ പിന്നെ കാണിക്കാം അല്ലേ. പൂച്ചക്കുട്ടികൾ സിനാനോ ബാ. എന്താ മൂച്ചി പറഞ്ഞാ എന്താണ്? മാവ് എന്ന് പറയാൻ എന്താണ്? മൂച്ചല്ല അല്ലേ. മൂപ്പര് വന്നൊക്കെ ഒരു മാസം ഞങ്ങളിങ്ങനെ പറയും, പിന്നെ ഇങ്ങനെ കണ്ണു നോക്കും, എന്താ പറഞ്ഞ മനസ്സിലാക്കൂല. മനസ്സിലായില്ലേ വേസ്റ്റ് കജ്ജിലുണ്ട്, ഇതൈക്ക് ചാടിക്കാം. നമ്മക്കിത് മനസ്സിലാവണ്ടേ, വന്ന ഉടനെ കണ്ണൂർക്കാര് എറിഞ്ഞാന്ന് പറയുന്നത് ചാടിക്കാന്ന് പറയാം. പിന്നെ ഫസ്റ്റ് വന്നേക്കന്നെ എന്നോട് പറഞ്ഞു അനക്ക് കിട്ടണം. അനക്കോ എനിക്കെന്തിനാ? നമ്മളിവിടെ അനക്ക് പറഞ്ഞ ഇജ്ജാണ് അല്ലേ. നീ ഓല അനക്ക് എന്ന് പറയുന്നത് എനിക്ക് എന്നാണ് സംഭവം. നമ്മളെല്ലാവരും മലയാളികളാണ്, പക്ഷെ 14 ജില്ലയിലും 14 ഭാഷയാണ് അല്ലേ. പക്ഷെ നമ്മളെ സംസാരത്തിന് കുറേ ആൾക്കാർ നമ്മളെ വർത്താനത്തിന് അല്ലേ സംസാരം ഞാൻ കുറേ പഠിച്ചു വരുന്നുണ്ട് ശുദ്ധ മലയാളി. ശരിക്കും പുസ്തകം നല്ല വായിച്ചാൽ മതി, നല്ല ശുദ്ധ മലയാളം ഉണ്ടാവും. പക്ഷെ വേറെ കാര്യമുണ്ട്, നമ്മളെ ആൾക്കാർ പറയും ഇംഗ്ലീഷ് അറിയില്ല ഇതാക്കൂലേ. നമ്മൾ ഇംഗ്ലീഷിൽ വീഡിയോ ചെയ്തിരുന്നു. ഇനി പിന്നെ ലണ്ടൻ ഇംഗ്ലീഷും ആണോ ബ്രിട്ടീഷും ആണോ ഏത് ഇംഗ്ലീഷും ആണെങ്കിൽ അതുണ്ട്. ഇനി തമിഴ്, കന്നഡ, കർണാടക എല്ലാ സംവിധാനം നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ എന്താ വെച്ചാൽ നമുക്കൊരു കഴിവില്ല, നമുക്ക് കഴിയൂല എന്നുണ്ടെങ്കിൽ അതിനുള്ള ബദൽ സംവിധാനം കാണുക അല്ലേ. അത് കരുതി നമ്മൾ പഠിച്ചെടുക്കാൻ പറ്റുമോ? നമുക്ക് ഇൻ്റർനാഷണലി അല്ലെങ്കിൽ വലിയ മറ്റു ജില്ലകളിൽ മറ്റു രാജ്യത്തൊക്കെ പോയി ഇനി സഫാരി കാർസിൻ്റെ ഷോറൂം തുറക്കണ്ടേ അല്ലേ. അപ്പോൾ അതിനകത്ത് നമ്മൾ അപ്ഡേറ്റ് ആവണ്ടേ അല്ലേ. ഇജ്ജ് ഇതുവരെ പഠിച്ചു? ഞാനിപ്പോൾ ഡിഗ്രി. ഞങ്ങളെ കൂട്ടത്തിൽ ആകെ വിദ്യാഭ്യാസമുള്ള ഒരാളാണ് മോനു. ഇപ്പോൾ 2000 ജനിച്ചു പറയുമ്പോൾ 26 വയസ്സാവണു, 25 വയസ്സ് കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ നിന്നോട് വന്നിട്ട് പറഞ്ഞു MBAക്ക് ഞാൻ ചേർന്നാലോ മിന്നു മോളപ്പേ. പിന്നെ അവനോട് പറഞ്ഞേ ഇപ്പം MBA എടുക്കാം, 1 കൊല്ലം 2 കൊല്ലം കൊണ്ടൊക്കെ MBA എടുക്കാം, ഓൺലൈനിലായിട്ടും പഠിക്കാം. ഞാൻ ഇപ്പോൾ BBA എടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ, ഡിഗ്രി ഡിസ്റ്റൻ്റ് ആയിട്ട്. എൻ്റെ ഫസ്റ്റ് സെമ്മ് കഴിഞ്ഞു, സെക്കൻഡ് സെമ്മ് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഡിഗ്രി BBA കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാനും BBA എടുക്കുന്നുണ്ട്. ഇത് BBA എടുത്തോ അല്ലേ? MBA എടുത്തോ. ഇതാ പുതിയ ആൾ വന്നിക്കണു, നന്ദുക്കുട്ടൻ. നന്ദു നമ്മളെ സ്പെഷ്യൽ ആളാട്ടോ, അടിപൊളിയാണ് നന്ദു. ഇപ്പോൾ എത്ര വർഷമായി സഫാരി കാർസിൽ? 8 മാസം. കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു പക്കാ നാടൻ വ്ളോഗ് അല്ലേ. ഈ ഇത്തരം വ്ളോഗുകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. രസകരമായ സംഭവങ്ങളുമായിട്ടൊക്കെ ഞങ്ങൾ വരും. ഷോറൂമിൽ നിന്ന് മാത്രമല്ല പല സംവിധാനങ്ങളും ഉണ്ട് അല്ലേ. ഓക്കെ, നമുക്ക് അടിപൊളിയായിട്ട് വീഡിയോസൊക്കെ ചെയ്യാം. ശുദ്ധ മലയാളത്തിലല്ലേ. അത് ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം അസിമോ ഏകദേശം സംസാരം മാറൽ തുടങ്ങി. കാരണം ഫുൾ ടൈം അവിടെ ഇങ്ങനെ നിന്ന് അടുത്ത ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ. ഇജ് ഹിന്ദി എങ്ങനെ പഠിച്ചേ? അന്ത ഫ്ലുവൻ്റ് ആയിട്ട് ഹിന്ദി സംസാരിക്കും, ഇംഗ്ലീഷും സംസാരിക്കും, മനസ്സിലായോ? ഓന അവിടെ പോയി നിന്ന് പഠിച്ചു. വിദ്യാഭ്യാസം ക്ലാസ് കൂടുതലില്ലാന്നുള്ളൂ. അതാണ് ഇജ് ഡിഗ്രി കഴിഞ്ഞിട്ട് കാര്യമില്ല. ഹിന്ദി അന്താ ഫ്ലുവൻ്റ് ആണ്. അപ്പോൾ ഡൽഹിക്കും വണ്ടി എടുക്കാനും അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ അന്താന പോക്ക്. തീർച്ചയായിട്ടും ഒരുപാട് സമയമായില്ലേ വ്ളോഗ്. എന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കും എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ അല്ലേ. അതിനനുസരിച്ച് നമുക്ക് തുടരാം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അല്ലേ. തീർച്ചയായിട്ടും ചീത്ത എന്ന് പറയും, വഴക്ക് പറയാതെ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരുപാട് സന്തോഷം. പിന്നെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതോടൊപ്പം നമ്മൾ മാറ്റങ്ങളൊക്കെ വരുത്തി നമ്മൾ മുന്നോട്ട് വരും. എന്തായാലും നിങ്ങളെ സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു.